വന്ദേമാതരം വിവാദത്തിൽ പ്രതിരോധത്തിലായി UDF. വന്ദേമാതരം ആലപിക്കണമെന്ന ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം UDF സർക്കാരിന്റെ കാവ്യവൽക്കരണ അജണ്ടയുടെ ഭാഗമാണെന്നാണ് മുൻമന്ത്രി P. രാജീവിന്റെ വിമർശനം. തുടർച്ചയായി സംഘപരിവാർ ബന്ധം ആരോപിച്ചുള്ള വിവാദങ്ങൾ ഉയരുന്നതിൽ മുസ്ലിം ലീഗിനും കടുത്ത അതൃപ്തിയുണ്ട്. അതേസമയം ചീഫ് സെക്രട്ടറി പറയുന്നതല്ല സർക്കാർ നയമെന്ന് മന്ത്രി കെ മുരളീധരൻ. PM ശ്രീക്ക് പിന്നാലെ വന്ദേമാതര വിഷയത്തിലും സർക്കാർ നിർദ്ദേശം മുസ്ലിം ലീഗിനെ വെട്ടിലാക്കുകയാണ്. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി വന്ദേമാതരം ആലപിക്കണമെന്ന ചീഫ് സെക്രട്ടറിയുടെ കത്താണ് വിവാദമായത്. ഹർ ഘർ തിരംഗ പരിപാടിയുടെ ഭാഗമായി വന്ദേമാതരം ആലപിക്കണമെന്നാണ് നിർദ്ദേശം. മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വൈകാരിക വിഷയങ്ങളിൽ തുടർച്ചയായി വിവാദങ്ങൾ ഉയരുന്നതാണ് ലീഗിനെ പ്രതിരോധത്തിലാക്കുന്നത്. ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് ചീഫ് സെക്രട്ടറി നടപടി സ്വീകരിച്ചതെന്ന വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീന്റെ വിശദീകരണത്തെയും മുൻമന്ത്രി P. രാജീവ് പരിഹസിച്ചു. ഗവർണർ പറയുന്നതാണോ സർക്കാരിന്റെ നയമെന്ന് വ്യക്തമാക്കണമെന്നാണ് രാജീവിന്റെ ആവശ്യം. UDF സർക്കാർ കാവ്യവൽക്കരണ അജണ്ട നടപ്പാക്കുകയാണെന്നും P. രാജീവ് ആരോപിച്ചു. മന്ത്രിമാരെല്ലാവരും പറയുന്നത് ഇത് സെക്രട്ടറിമാർ ചെയ്തു, ഞാൻ അറിയുന്നില്ല. അപ്പൊ ജനാധിപത്യ സംവിധാനത്തിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ളത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അജ്ഞത കൊണ്ട് പറയുന്നതല്ല. ഈ കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ അത് അവർ ചെയ്തതാണ് എന്ന് ഒരു പ്രതീതി സൃഷ്ടിക്കാൻ ബോധപൂർവം നടത്തുന്ന പ്രചാരവേലയാണ്. അതേസമയം വിവാദത്തിൽ സർക്കാരിനെ പ്രതിരോധിച്ച് മന്ത്രി കെ മുരളീധരൻ രംഗത്തെത്തി. ചീഫ് സെക്രട്ടറി പറയുന്നതല്ല സർക്കാരിന്റെ നയമെന്നും സർക്കാർ പരിപാടികളിൽ വന്ദേമാതരത്തിന്റെ 2 വരികൾ മാത്രമേ ആലപിക്കുകയുള്ളൂവെന്നും മന്ത്രി വിശദീകരിച്ചു. കേരള ഗവൺമെന്റിന്റെ ഒരു പരിപാടിയിലും കേന്ദ്രത്തിന്റെ പ്രോട്ടോകോൾ അല്ല, ഞങ്ങളുടെ പ്രോട്ടോകോളാണ് ഞങ്ങൾ വലിക്കും. 2 ഖണ്ഡിക മാത്രമേ പാടൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ശേഷാദ്രിനാഥന്റെ നിയമനം, PM ശ്രീ പദ്ധതി, പ്ലീഡർ നിയമനം, VD സവർക്കറുടെ പേരുള്ള ചോദ്യപേപ്പർ തുടങ്ങി നിരവധി വിഷയങ്ങളിൽ നേരത്തെ തന്നെ പ്രതിപക്ഷം സർക്കാരിനെതിരെ രംഗത്തെത്തിയിരുന്നു. റിപ്പോർട്ടർ, കോഴിക്കോട്.